അതായത് വി ഡി സതീശൻ്റെ മാനിപ്പുലേഷൻസിനെയോ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ചില നിലപാടുകളെയോ ഒന്നും ന്യായീകരിക്കാനായിട്ടൊന്നും ഞാനില്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം വി ഡി സതീശനിൽ വലിയൊരു പ്രതീക്ഷ അർപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ശബരിമലയുടെ സ്പെഷ്യൽ പീരീഡുടെ നിയമനം എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് മുൻ പാലക്കാട് MLA-യും പത്തനംതിട്ട സ്വദേശിയുമായിട്ടുള്ള ഒരാളിലേക്കാണ്. മുഖ്യമന്ത്രി ആകപ്പാടെ ഭയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാഫിയുടെയും രാഹുലിൻ്റെയും ഗ്രൂപ്പിനെയാണ്. ആ ഭയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, അവരെന്ത് പ്രവർത്തിക്കും എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഗ്രൂപ്പുകൾ ആരും പുറകിൽ നിന്ന് കുത്തത്തില്ല, എല്ലാവരും കൃത്യമായിട്ട് മുമ്പിൽ നിന്ന് അഭിപ്രായം പറയും. എന്നാൽ മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പുറകിൽ നിന്ന് പണി തരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ രണ്ടാളുകൾ എന്ന് പറയുന്നത്, ഈ രണ്ട് റീൽസ് കൂട്ടപ്പന്മാർ. അതുകൊണ്ട് ഇവരെയാണ് കരുതലോടുകൂടി മുഖ്യമന്ത്രി നേരിടേണ്ടത്. നമസ്കാരം സാർ. ഈ മുഖ്യമന്ത്രി VD സതീശന്റെ ഏറ്റവും വലിയ വിമർശകർ എന്ന് പറയുന്നത് അത് പ്രതിപക്ഷം തന്നെയാണ്. ഒറ്റനോട്ടത്തിൽ പ്രതിപക്ഷമാണ്, നമ്മളും വിമർശിക്കാറുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷവും മാധ്യമങ്ങൾക്കപ്പുറം പലപ്പോഴും സ്വന്തം പാളയത്തിൽ നിന്ന് പോലും ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ മുഖ്യമന്ത്രി VD സതീശൻ അനുഭവിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നുണ്ട്. അത്തരമൊരു ഫീല് ഈ വാർത്തകളും ഇതൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ നമുക്കും തോന്നാറുണ്ട്. അതിന് കാരണങ്ങൾ പലതുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ തന്നെ പല തീരുമാനങ്ങളും ഒക്കെ ഇതിനൊരു കാരണമായിട്ടുണ്ടാകും. സത്യത്തിൽ ശത്രു പാളയത്തിൽ തന്നെയാണോ? അതായത് വി ഡി സതീശൻ്റെ മാനിപ്പുലേഷൻസിനെയോ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ചില നിലപാടുകളെയോ ഒന്നും ന്യായീകരിക്കാനായിട്ടൊന്നും ഞാനില്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം വി ഡി സതീശനിൽ വലിയൊരു പ്രതീക്ഷ അർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കട്ടെ വരും നാളുകളിൽ എന്നെനിക്ക് പറയാനുള്ളൂ. പക്ഷേ എങ്കിൽ തന്നെയും വി ഡി സതീശനെതിരെ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് ഇപ്പം ഈ PMCയുടെ വിഷയത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയിലെ സ്പെഷ്യൽ പ്ലീഡറുടെ നിയമനം, ഈ ശബരിമലയുടെ സ്പെഷ്യൽ പീരീഡുടെ നിയമനം എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് മുൻ പാലക്കാട് MLA-യും പത്തനംതിട്ട സ്വദേശിയുമായിട്ടുള്ള ഒരാളിലേക്കാണ്. ആളുടെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്രാവശ്യം മത്സരിക്കാൻ സാധിക്കാതിരുന്നതിനെക്കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മളവർക്ക് ഇട്ടുകൊടുത്തിരുന്ന പേര് റീൽസ് കുട്ടപ്പന്മാരെന്നാണ്. പലപ്പോഴും ഷാഫി പറമ്പിൽ MP എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടമായിട്ട് യാതൊരുവിധ ബന്ധവും തനിക്കില്ലെന്നാണ്. എന്നാൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ചേട്ടനും അനുജനും തന്നെയാണ്. ഒരു മാറ്റവും അതിനകത്ത് സംഭവിച്ചിട്ടില്ല. പരസ്യമായിട്ടുള്ള റീൽസ് പ്രകടനങ്ങളിലേക്ക് അവർ വരുന്നില്ല എന്നൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അവരുടെ സൈബർ പോരാളികളും അവരുടെ അനുയായികളും എല്ലാം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ അവരുടെ യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴല്ല ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എറണാകുളം ഹൈക്കോടതിയിലേക്ക് നടന്നിട്ടുള്ള GP-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതിനകത്ത് സംഘികളുണ്ടായിരുന്നു, കമ്മികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ CPM-ഉമായിട്ടും BJP-യുമായിട്ട് അനുഭാവം പുലർത്തുന്ന ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാളുകൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും വളരെ വിദഗ്ധമായിട്ട് പല MLA-മാരെയും വ്യക്തിപരമായിട്ട് സ്വാധീനിച്ച് അവരെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എഴുതി കൊടുപ്പിച്ച പേരുകളാണ് ഈ GP-മാരുടെ പേരുകൾ. ഈ നമ്മുടെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നു. ഒട്ടുമിക്ക ആളുകളും മുഖ്യമന്ത്രിയെ പഴി പറയുന്നൊരു കാഴ്ച കണ്ടു. പക്ഷേ അത് ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല. ഈ വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് തന്ത്രശാലികളായിട്ടുള്ള കുറുക്കന്മാർ ഇദ്ദേഹത്തെ കൊണ്ട് വെട്ടിച്ചടിച്ചാണ്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതിപക്ഷത്തെ അധികം ഭയപ്പെടുന്നില്ല, കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകളെ ഇദ്ദേഹം ഭയപ്പെടുന്നില്ല. ഈ പറഞ്ഞ KC വേണുഗോപാൽ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ K മുരളീധരൻ ഗ്രൂപ്പിനെയോ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിനെയോ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഗ്രൂപ്പിനെയോ ഒന്നും ഇദ്ദേഹം ഭയപ്പെടുന്നില്ല. PJ കുര്യൻ്റെ ഗ്രൂപ്പിനെയോ ഒന്നും ഈ മുഖ്യമന്ത്രി ഭയപ്പെടുന്നില്ല. മുഖ്യമന്ത്രി ആകപ്പാടെ ഭയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാഫിയുടെയും രാഹുലിൻ്റെയും ഗ്രൂപ്പിനെയാണ്. ആ ഭയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, അവരെന്ത് പ്രവർത്തിക്കും എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്ത് നരേറ്റീവ് വേണമെങ്കിലും അവർ നിമിഷങ്ങൾക്കകം സൃഷ്ടിച്ചെടുക്കും. ഇവരാകപ്പാടെ ഒന്ന് ഡൗണായി പോയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ VD സതീശന് പകരം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ഒരു പ്രചരണത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആര് കൊടുത്തു? ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസും കൊടുത്തു. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതികരണങ്ങൾ വന്നു. കാരണം ഷാഫി അല്ല ആരാണ് എന്ന് പറഞ്ഞാലും VD സതീശനെതിരെ നിന്ന് കഴിഞ്ഞാൽ, ജനവികാരത്തിന് എതിരായിട്ട് നിന്നാൽ
ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തെറി വിളിക്കും എന്നുള്ള രീതിയിലേക്ക് വന്നു. അവിടെ മാത്രമാണ് ഈ പറഞ്ഞ രണ്ടാളുകൾക്കും ചെറുതായിട്ടൊന്ന് അടിപതറിയത്. അതിനുശേഷം പിന്നീട് വീണ്ടും ഇപ്പോൾ അവർ ഈ സ്വാധീനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴത്തെ അവരുടെ പരിശ്രമം എന്താണ്? ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. ക്രൗഡ് പുള്ളർ എന്നുള്ളൊരു ടാഗ് ലൈൻ ഒക്കെ ഇട്ടിട്ടാണ്. എങ്ങനെയാണ് ക്രൗഡ് പുള്ളർ ഉണ്ടാവുന്നത്? ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അലിൻ ജോസ് പെരേരയൊക്കെ പല സ്ഥലങ്ങളിലും ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ വലിയൊരു ക്രൗഡ് സൃഷ്ടിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ക്രൗഡ് സൃഷ്ടിക്കുന്നത്? 10-25ഓളം വരുന്ന ആളുകൾ അത് അയാളുടെ ചുറ്റും കൂടും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം തോമസ് ഒബ്രോൺ മാളിൽ ഒരു 10 ബൗൺസേഴ്സിനായിട്ട് പോകാൻ കരുതുക. ഈ 10 ബൗൺസേഴ്സിനായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ആരാണ് പോകുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ എത്തിവരിഞ്ഞ് നോക്കും. എല്ലാവരും ഇങ്ങോട്ട് നോക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി എടുത്ത് പരിശോധിച്ച് നോക്കുക. ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് ഒരു 10-25 ആളുകളുടെ PR ടീം, അദ്ദേഹത്തിൻ്റെ PR ടീം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. PR ചെയ്യുന്നതൊക്കെ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ 10-20 ആളുകളെ ഇങ്ങനെ PR വർക്കിന് വേണ്ടിയിട്ട് കൂട്ടത്തിൽ കൊണ്ടുനടക്കുക, അവർക്ക് ചെലവും കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു 10 ഫേക്ക് ID ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ 10-200 ഫേക്ക് ID ആയിട്ട് അതിൽ നിന്ന് നാട്ടുകാരെ മുഴുവൻ തെറി പറയിക്കുക, റിപ്പോർട്ട് അടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആൾ കൂടുമല്ലോ. അപ്പോൾ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട 2 ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഭയപ്പെടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചതി എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ സാധിക്കില്ല. അത് മാത്രമാണ് ഈ പറഞ്ഞ VD സതീശൻ ഭയക്കേണ്ട ഒരു കാര്യം. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GP നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള പിന്നാമ്പുറ കഥകളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കുണ്ടായ സംഭവമാണ്. പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ പേര് അനാവശ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു ഭാഗത്തു നിന്നാണ്, അതായത് ഈ 2 കക്ഷികളുടെ ഭാഗത്തു നിന്നാണ് ഈ ഇതൊക്കെ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തിലൊന്നും കയറി തൊടാത്തത്. അതല്ലെങ്കിൽ GP നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അതിശക്തമായ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷം അതിൽ തൊട്ടില്ല എന്ന് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ 2 വേന്ദ്രന്മാർ പല MLA മാരുമായിട്ടുള്ള സൗഹൃദമൊക്കെ വെച്ച് ആളുകളുടെ പേരെഴുതി കൊടുപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്. പ്രശ്നങ്ങളായില്ലേ? സർക്കാരിന് നാണക്കേടായില്ലേ? എത്ര പേരോടാണ് രാജിവെക്കാൻ പറഞ്ഞത്? 2 പേരോട് രാജിവെക്കാൻ വേണ്ടി പറയേണ്ടി വന്നില്ലേ? ശബരിമലയിലെ സ്പെഷ്യൽ പ്ലീഡറെ രാജിവെപ്പിക്കേണ്ടി വന്നില്ലേ? അതുകൂടാണ്ട് തന്നെ മുരളീധരന്റെ സ്റ്റാഫിലെ 2 ആളുകൾ അവർക്ക് എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്? അമിതമായ ജോലിഭാരം എന്നാണ് അവര് നൽകുന്നത്. അതങ്ങനെയല്ലേ പറയുള്ളൂ. അമിതമായ ജോലിഭാരം എന്നൊക്കെ അവര് പറയും. ഏതൊക്കെ എനിക്ക് തോന്നുന്നില്ല മുരളീധരന്റെ സ്റ്റാഫിലെ ആളുകൾക്ക് അമിതമായ ജോലിഭാരം ഉണ്ടാകുന്നു. ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 യുവ നേതാക്കന്മാരുടെ പ്രവൃത്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. പക്ഷെ എങ്കിലും ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും പോകുന്നില്ലേ? കഴിഞ്ഞ ദിവസം കണ്ടു തങ്ങൾമാരുടെ ആരുടെ ഒരാളുടെ മകളുടെയോ മകന്റെയോ വിവാഹത്തിന് പോയതിനു ശേഷം തങ്ങളെ കെട്ടിപ്പിടിക്കുന്നത്. അതൊക്കെ എന്ത് സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത്? നിലപാടുള്ള ആളൊക്കെ തന്നെയാണ് VD സതീശൻ. അതിൽ നമുക്ക് വിമർശനങ്ങളുമുണ്ട്, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞു. എന്നാലും ഒരിക്കൽ കൂടി പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും, മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ കരുതലെടുക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത് ഇവരെ 2 പേരെയുമാണ്. ഏത് തരത്തിൽ താങ്കളുടെ ഇമേജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നരേറ്റീവുകൾ ഇവരെ സൃഷ്ടിച്ചുകൊണ്ട് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കരുതൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നല്ലതാണ്. രാഷ്ട്രീയമായ ഫൈറ്റിനെ, മുമ്പിൽ നിന്നുള്ള ഏതൊരു ഫൈറ്റിനെയും നമുക്ക് നേരിടാൻ സാധിക്കും. ഒരു കാരണവശാലും പ്രതിപക്ഷം പുറകിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ട് വരത്തില്ല. ഈ പറഞ്ഞ NDAയും പുറകിൽ നിന്ന് കുത്താൻ വേണ്ടി വരത്തില്ല. ഈ കോൺഗ്രസിലെ മറ്റ് പല ഗ്രൂപ്പുകളുമുണ്ട്. KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുണ്ട്, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട്, ഈ പറഞ്ഞ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ ആരും പുറകിൽ നിന്ന് കുത്തത്തില്ല. എല്ലാവരും കൃത്യമായിട്ട് മുമ്പിൽ നിന്ന് അഭിപ്രായം പറയും. എന്നാൽ മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പുറകിൽ നിന്ന് പണി തരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ 2 ആളുകൾ എന്ന് പറയുന്നത്, ഈ 2 റീൽ സൂട്ടപ്പന്മാർ. അതുകൊണ്ട് ഇവരെയാണ് കരുതലോടുകൂടി മുഖ്യമന്ത്രി നേരിടേണ്ടത്. അതല്ലാത്ത പക്ഷം ഇപ്പോൾ വിഴിഞ്ഞം വിഷയത്തിലൊക്കെ ആധികാരികമായിട്ടാണ് പ്രതിപക്ഷ മാധ്യമങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വസ്തുതയെയും വസ്തുതയില്ലായ്മയും എടുത്തു വെച്ചിട്ടാണ് വിമർശിക്കുന്നത്. പക്ഷെ ചതിവിലൂടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലുമൊക്കെ നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും അതിനെ അതിശക്തമായിട്ട് എതിർക്കേണ്ടതായിട്ടുമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്നേഹിതന്മാരായിട്ട് നടിക്കുന്ന ചില മാധ്യമ സിംഹങ്ങളും പങ്കാളികളാവാനായിട്ടുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പാടില്ല. ഒരു കാര്യം പറയാം, VD സതീശന് ഏതെങ്കിലും തരത്തിൽ പേരുദോഷം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്
ഈ പറഞ്ഞ 2 റീൽസ് കുട്ടപ്പന്മാരായിരിക്കും എന്ന കാര്യം മുഖ്യമന്ത്രി ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.